എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷ ഇന്ന് മുതൽ ആരംഭിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ പരീക്ഷ ഒന്നാം ഭാഷ പാർട്ട് 1 ആയിട്ടുള്ള മലയാളം അല്ലെങ്കിൽ തമിഴ് അല്ലെങ്കിൽ കന്നഡ, ഉറുദു, ഗുജറാത്തി, അഡീഷണൽ ഇംഗ്ലീഷ്, അഡീഷണൽ ഹിന്ദി, സംസ്കൃതം അക്കാദമിക്, സംസ്കൃതം ഓറിയന്റൽ ഒന്നാം പേപ്പർ, സംസ്കൃതം സ്കൂളുകൾക്കാണ് അതുള്ളത്. അതുപോലെ അറബിക് അത് അക്കാദമിക് വിഭാഗമാണ്. അതുപോലെ തന്നെ അറബിക് ഓറിയന്റൽ ഒന്നാം പേപ്പർ എന്ന് പറയുന്നത് അറബിക് സ്കൂളുകൾക്കാണ്. ഈ ഒരു രീതിയിൽ ഇത്രയും സബ്ജക്റ്റുകളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ആയിരിക്കും, അതായത് ഏതെങ്കിലും ഒരു ഒന്നാം ഭാഷയായിരിക്കും ഇന്നത്തെ പരീക്ഷയായിട്ട് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇന്നത്തെ പരീക്ഷ 40 മാർക്കിലായിരുന്നു. നിങ്ങൾക്ക് അതുപോലെ തന്നെ രണ്ടാം ഭാഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. അതിൻ്റെ പരീക്ഷയാണ് നിങ്ങൾക്ക് ഇനി അടുത്തതായിട്ടുള്ളത്. അടുത്ത പരീക്ഷ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാർച്ച് 5-ാം തീയതി ബുധനാഴ്ചയാണ്. അതായത് ഇനി ഒരു ദിവസം ആണ് നിങ്ങൾക്ക് ഈ ഒരു ഇംഗ്ലീഷ് പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അതിനുശേഷം ബുധനാഴ്ച, അതായത് ഈ ഒരു മാർച്ച് 5-ാം തീയതി പോയിട്ട് പരീക്ഷ എഴുതുക. അന്ന് ഇംഗ്ലീഷാണ് പരീക്ഷ ഉള്ളത്. ഇനി വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ പരീക്ഷയിൽ നിങ്ങൾക്ക് A+ കിട്ടാനായിട്ട് എത്ര മാർക്ക് നേടണം എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എത്ര മാർക്ക് ഇന്നത്തെ പരീക്ഷയിൽ നേടിയാലാണ് നിങ്ങൾക്ക് A+ കിട്ടുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ആദ്യം നിങ്ങൾക്ക് ഒന്ന് ഇത് പറഞ്ഞു തരാം, ഈ ഒരു എന്താണ് ഈ ഒരു ടേബിൾ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ 10 A+ കിട്ടുമെന്ന് പ്രതീക്ഷയുള്ള ഒരു വിദ്യാർത്ഥി എത്ര മാർക്കാണ് ഈ ഒരു ഇന്നത്തെ പരീക്ഷയിൽ നേടാൻ നിങ്ങൾക്ക് കിട്ടിയാലാണ് A+ കിട്ടുക, എത്ര മാർക്ക് കിട്ടിയാലാണ് ജയിക്കുക എന്നുള്ളതാണ് ഈ ഒരു ആദ്യത്തെ കോളം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തേത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 9 മാർക്കാണ് CE മാർക്കിനത്തിൽ കിട്ടിയത്. 10 മാർക്ക് കിട്ടിയില്ല, 1 മാർക്ക് കുറവാണ്. നിങ്ങൾക്ക് ആകെ 9 മാർക്കാണ് CE കിട്ടിയതെങ്കിൽ ഇന്നത്തെ പരീക്ഷയിൽ നിങ്ങൾ എത്ര മാർക്ക് നേടിയാലാണ് A+ കിട്ടുക എന്നുള്ളതും. അതുപോലെ തന്നെ 8 മാർക്കാണ് CE ഇനത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ പരീക്ഷയിൽ നിങ്ങൾ എത്ര മാർക്ക് നേടിയാലാണ് ജയിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് 7 മാർക്ക് മാത്രമേ CE ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ പരീക്ഷയിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് നേടിയാലാണ് നിങ്ങൾ ഇന്നത്തെ പരീക്ഷ ജയിക്കുക അല്ലെങ്കിൽ ഫുൾ A+ കിട്ടുക എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. സാധാരണഗതിയിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും ഏകദേശം ഫുൾ CE മാർക്ക് തന്നെ, അതായത് 10 മാർക്ക് തന്നെ CE മാർക്കിനത്തിൽ നൽകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നിങ്ങൾക്ക് ഈ ഒരു എത്ര മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു CE മാർക്ക് നിങ്ങൾക്ക് കുറവാണ് കിട്ടാൻ സാധ്യത ഉള്ളതെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥി എത്രത്തോളം മാർക്ക് ഇന്നത്തെ പരീക്ഷയിൽ അല്ലെങ്കിൽ ഇനി വരുന്ന 40 മാർക്ക് സബ്ജക്റ്റിൻ്റെ പരീക്ഷകളിൽ നേടണം എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ പരീക്ഷയിൽ നിങ്ങൾക്ക് മിനിമം ജയിക്കാനായിട്ട് D+ ഗ്രേഡെങ്കിലും വേണം. അപ്പോൾ D+ ഗ്രേഡെങ്കിലും കിട്ടേണ്ട ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം, ഒരു പരീക്ഷയുടെ ആകെ 30% മാർക്കാണ് ജയിക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ ജയിക്കാനായിട്ട് വേണ്ടത് എന്ന് പറയുമ്പോൾ 40 മാർക്കും 10 CE ഉൾപ്പെടെ 50 മാർക്കിലാണ് വരിക. 50-ൽ 15 മാർക്കാണ് നിങ്ങൾക്ക് എഴുത്ത് പരീക്ഷയിൽ ജയിക്കാനായിട്ട് വേണ്ടത്. അതായത് നിങ്ങൾക്ക് 10 മാർക്ക് CE കിട്ടുന്ന ഒരു വിദ്യാർത്ഥിക്ക് എഴുത്ത് പരീക്ഷയിൽ 5 മാർക്ക് കിട്ടുകയാണെങ്കിൽ തന്നെ ആ ഒരു വിദ്യാർത്ഥി ആ ഒരു സബ്ജക്റ്റ് ജയിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ജസ്റ്റ് പാസ് എന്നുള്ളതായിരിക്കരുത്, കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് 10 A+, അത് 10 A+ അല്ല, 10 മാർക്കാണ് CE മാർക്കിനത്തിൽ ഈ ഒരു 40 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ കിട്ടുന്നത് എങ്കിൽ വിദ്യാർത്ഥി എത്ര മാർക്കാണ് എഴുത്ത് പരീക്ഷയിൽ ജയിക്കാനായിട്ട് വാങ്ങിക്കേണ്ടത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് 6 മുതൽ 10 വരെ മാർക്ക്, 6 മാർക്കിനും 10 മാർക്കിനും ഇടയിലോ അല്ലെങ്കിൽ 6 10 മാർക്കോ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കും. D+ ഗ്രേഡാണ് കിട്ടുക. അതുപോലെ തന്നെ 9 CE മാർക്ക് മാത്രമാണ്, CE മാർക്ക് 9 ആണ് കിട്ടുന്നതെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ അതിനേക്കാൾ കൂടുതൽ മാർക്ക് നേടണം. 7 മുതൽ 11 വരെ മാർക്ക് കിട്ടിയാൽ മാത്രമാണ് ആ ഒരു വിദ്യാർത്ഥിക്ക് D+ ഗ്രേഡ് കിട്ടുള്ളൂ. ഈ 8 മാർക്കാണ് നിങ്ങൾക്ക് CE ആയിട്ട് ടീച്ചേഴ്സ് നൽകുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ എഴുത്ത് പരീക്ഷയിൽ നിങ്ങൾ ഒരു 8 മാർക്ക് മുതൽ 12 മാർക്ക് വരെ നിങ്ങൾ നേടേണ്ടതായിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്തതായിട്ട് 7 മാർക്കാണ് CE ഇനത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ഇന്നത്തെ പരീക്ഷയിൽ 9 മാർക്ക് മുതൽ 13 വരെ മാർക്ക് നിങ്ങൾ നേടിയാലാണ് നിങ്ങൾക്ക് D+ ഗ്രേഡ് കിട്ടുള്ളൂ. അതായത് ഇതിനോടൊപ്പം ഈ ഒരു 7 മാർക്ക് CE ഉൾപ്പെടെ കൂട്ടുന്ന സമയത്താണ് ഈ ഒരു D+ ഗ്രേഡ് കിട്ടുക. ഇനി നമുക്ക് A+ കിട്ടാനായിട്ട് എത്ര മാർക്ക് ഇന്നത്തെ പരീക്ഷയിൽ നേടണം എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് 10 മാർക്ക് CE കിട്ടുകയാണ് എങ്കിൽ നിങ്ങൾക്ക് A+ ഗ്രേഡ് കിട്ടാനായിട്ട് നിങ്ങൾക്ക് 36 മാർക്ക് മുതൽ 40 വരെ മാർക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റിന് A+ ഗ്രേഡ് കിട്ടും. അതായത് നിങ്ങൾക്ക് A+ കിട്ടാനായിട്ട് സാധാരണഗതിയിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു 45 മാർക്ക് മാത്രമേ വേണ്ടൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് എഴുത്ത് പരീക്ഷയിൽ നിങ്ങൾക്ക് 36 മുതൽ 40 വരെ, അതായത് 35 മുതൽ 40 വരെ മാർക്ക് കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് അത് A+ ഇനത്തിലേക്ക്, അതായത് A+ ഗ്രേഡിലേക്ക് ചേഞ്ച് ചെയ്യപ്പെടുന്നത് ആയിരിക്കും. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് 9 മാർക്ക് മാത്രമേ CE കിട്ടുന്നുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എഴുത്ത് പരീക്ഷയിൽ നിങ്ങളൊരു 37 മാർക്ക് മുതൽ 40 വരെ മാർക്ക് കിട്ടുകയാണെങ്കിലാണ് നിങ്ങൾക്കത് A+ ഗ്രേഡായിട്ട് മാറുക. ഇനി നിങ്ങൾക്ക് 8 മാർക്കേ CE ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് 40 മാർക്കിൻ്റെ വിഷയത്തിൽ A+ കിട്ടാനായിട്ട് നിങ്ങൾ ഒന്നുകിൽ 38 മാർക്ക് മുതൽ 40 വരെ മാർക്ക് വാങ്ങിച്ചാലാണ് നിങ്ങൾക്ക് A+ ഗ്രേഡ് കിട്ടുക. ഇനി നിങ്ങൾക്ക് 7 മാർക്ക് മാത്രമേ CE ആയിട്ട് തന്നിട്ടുള്ളൂ, അങ്ങനെയെങ്കിൽ 40 മാർക്കിൻ്റെ വിഷയത്തിൽ നിങ്ങൾക്ക് ഈ ഒരു
ഫുൾ, അതായത് ഫുള്ളല്ല, ആ ഒരു സബ്ജക്റ്റിന് എ പ്ലസ് കിട്ടണമെങ്കിൽ നിങ്ങൾ 39 മാർക്ക് മുതൽ 40 വരെ മാർക്ക് നേടിയാൽ മാത്രമാണ് നിങ്ങൾക്ക് അതിന് ഫുൾ എ പ്ലസ് അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റിന് എ പ്ലസ് കിട്ടുള്ളൂ. അതായത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കൂടുതൽ മാർക്ക് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു ഗ്രേഡ് എങ്ങനെയാണ് കിട്ടുക, എത്ര മാർക്ക് നിങ്ങൾ നേടിയാലാണ് കിട്ടുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതുവഴി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു എ ഗ്രേഡോ അല്ലെങ്കിൽ ബി പ്ലസ്സോ ആവരുത്, ജസ്റ്റ് ഒരു എ പ്ലസ് എങ്കിലും ലക്ഷ്യം വെച്ച് നിങ്ങൾ പഠിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്ത് കൂടുതൽ മാർക്ക് നേടാൻ സാധിക്കും. അതുപോലെ തന്നെ ഇന്നത്തെ പരീക്ഷ എല്ലാ വിദ്യാർത്ഥികൾക്കും ഈസിയാണ് എന്ന് കരുതുന്നു. കാരണം ഇന്നത്തെ പരീക്ഷ മലയാളമൊക്കെ ഈസി ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ പരീക്ഷയിൽ വേണ്ടത്ര രീതിയിൽ എന്തെങ്കിലും എഴുതാൻ സാധിച്ചിട്ടില്ല എങ്കിൽ വിദ്യാർത്ഥികൾ അത് ആലോചിച്ച് വിഷമിക്കേണ്ടതില്ല. നിങ്ങൾ ചെയ്യേണ്ടത് അടുത്ത പരീക്ഷ, അതായത് ബുധനാഴ്ചയുള്ള ഇംഗ്ലീഷിൻ്റെ ആ ഒരു പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് എഴുതുക. അപ്പോൾ ഈ ഒരു ഇംഗ്ലീഷ് പരീക്ഷ എന്ന് പറയുന്നത് 80 മാർക്കിലാണ് വരിക. അപ്പോൾ 80 മാർക്കിലെ സബ്ജക്റ്റുകൾ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിച്ചിട്ട് കൂടുതൽ മാർക്ക് വാങ്ങിക്കുക. അതായത് 80-ൽ നിങ്ങൾ ജസ്റ്റ് ഒരു 60 മാർക്കെങ്കിലും നേടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു 60 മാർക്കെങ്കിലും നിങ്ങൾ നേടുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഗ്രേഡ് എന്ന് പറയുന്നത്, അതായത് 20 മാർക്ക് CE ഉൾപ്പെടെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 60 മാർക്ക് നിങ്ങൾ മിനിമം നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു എ ഗ്രേഡിലേക്ക് എ ഗ്രേഡ് കിട്ടാനുള്ള സാധ്യതയൊക്കെയുണ്ട്. അപ്പോൾ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ 60-70 മാർക്കെങ്കിലും 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇന്നത്തെ പരീക്ഷ നിങ്ങൾക്ക് ഈസിയാണ് എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ചില വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ ആ ഇന്നത്തെ പരീക്ഷയിൽ എന്തെങ്കിലുമൊക്കെ എഴുതാൻ സാധിക്കാതെയൊക്കെ വന്നിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് അത് പ്രത്യേകിച്ച് ആലോചിച്ച് ടെൻഷനൊന്നും അടിക്കേണ്ടതില്ല. നിങ്ങൾ ചെയ്യേണ്ടത് അടുത്ത പരീക്ഷയ്ക്ക് പഠിക്കുക. അതായത് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് 5-ാം തീയതി നടക്കുന്നത്, അതായത് ബുധനാഴ്ച നടക്കുന്ന ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. യാതൊരു വിധത്തിലും മാർക്ക് കുറഞ്ഞു പോകുമോ അല്ലെങ്കിൽ ജയിക്കില്ല എന്നൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ടതില്ല. നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒന്നുകിൽ എ പ്ലസ് ഗ്രേഡോ അല്ലെങ്കിൽ എ ഗ്രേഡോ എങ്കിലും മിനിമം നേടാൻ സാധിക്കും എന്നുള്ള തരത്തിൽ നിങ്ങൾ എക്സാം എഴുതുക. അതുപോലെ ഒരു കഴിഞ്ഞ പരീക്ഷയെക്കുറിച്ച് നിങ്ങൾ പ്രത്യേകിച്ച് ആലോചിക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.